അമേരിക്കയിൽ ജോർജ് വാഷിങ്ടൺ മുതൽക്ക് ഇങ്ങോട്ട് ഒരുപാട് പ്രസിഡന്റുമാരുണ്ടായിരുന്നെങ്കിലും ഇവരിൽ ഏറ്റവും കിഴങ്ങൻ, ഏറ്റവും കഴിവ് കെട്ടവൻ, ഏറ്റവും നിർഗുണൻ ആരായിരുന്നു ചോദിച്ചാൽ യാതൊരു സംശയവും കൂടാതെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ജോ ബൈഡൻ എന്നുള്ളത്. കാരണം അദ്ദേഹത്തെ പോലെ കഴിവില്ലാത്ത ഒരാൾ അമേരിക്കയിൽ ഒരിക്കലും പ്രസിഡൻ്റായിട്ടില്ല. വൈറ്റ് ഹൗസിൽ പോകാത്ത പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട്, ഫാം ഹൗസിൽ താമസിച്ചവരുണ്ട്, വൈറ്റ് ഹൗസിലിരുന്ന് കുടിച്ച് കുടിയുടെ മൂർധന്യത്തിൽ മരിച്ചു പോയ ആളുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു പ്രസിഡൻറ്റ് ഈ പാരലിറ്റിക് സ്ട്രോക്ക് വന്ന് 1.5 കൊല്ലത്തോളം കിടന്നു. അത്രത്തോളം കാലം അമേരിക്കയ്ക്ക് പ്രസിഡൻ്റ് ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനേക്കാളുമൊക്കെ നിർഗുണനായ, ഉള്ളതുമില്ലാത്തതും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാത്ത പരബ്രഹ്മ തുല്യനായ ഒരു പ്രസിഡൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മഹാനായ ബൈഡൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗ കാലാവധി അവസാനിച്ചു. രണ്ടാമതൊരിക്കൽ മത്സരിക്കാൻ ടിക്കറ്റ് പോലും കിട്ടാതെയാണ് സായിപ്പിൻ്റെ പടിയിറക്കം. അദ്ദേഹത്തിൻ്റെ ബദ്ധശത്രുവായ ഡൊണാൾഡ് ട്രംപാണ് പുതിയ പ്രസിഡന്റ്. ഏതായാലും ജനുവരി 20 അധികാര കൈമാറ്റം നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ളതുകൊണ്ട് പുള്ളി സിനിമയും നാടകമൊക്കെ കണ്ട് പുസ്തകമൊക്കെ വായിച്ച് വാർദ്ധക്യകാലം അല്ലെങ്കിൽ ജീവിത സായന്തനം പരമാവധി സന്തോഷകരമാക്കി മാറ്റാനുള്ള ഉദ്യമത്തിലാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂപ്പർക്ക് ഓർമ്മക്കുറവ് സംഭവിക്കും, പേരെന്താണെന്ന് പോലും മറന്നുപോകും. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ആരും ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയില്ല. അദ്ദേഹം വളരെ ഹൃദയാലുവായ ഒരു മനുഷ്യനാണ്, കഠോര ഹൃദയനല്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയ ലാവണ്യത്തിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം പുറത്തു വന്ന കഴിഞ്ഞ ദിവസം പുള്ളി സ്വന്തം മകനെതിരായിട്ട് വിവിധ കോടതികളിൽ നിലനിൽക്കുന്ന എല്ലാ കേസുകളും വിളിച്ചു വരുത്തി അതെല്ലാം എഴുതി തള്ളി. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ സവിശേഷ അധികാരം ഉപയോഗിച്ച് ആർക്കും മാപ്പ് കൊടുക്കാനുള്ള ഒരവകാശമുണ്ട്. ഇന്ത്യയിലുണ്ട് രാഷ്ട്രപതിക്ക് അങ്ങനെ ഒരു അവകാശം. പക്ഷേ അതിന് ആപ്ലിക്കേഷനൊക്കെ ആയിട്ട് പോകണം. കോടതി ശിക്ഷിച്ചതിന് ശേഷം നിശ്ചിത കാലാവധിക്കുള്ളിൽ അപേക്ഷ കൊടുക്കണമെന്ന് കേട്ട്. അമേരിക്കയിൽ അങ്ങനെയൊന്നുമില്ല. അമേരിക്കൻ പ്രസിഡൻറ്റ് ഏത് കേസും ഏത് കോടതിയിലും വിളിച്ചു വരുത്തി, കോടതി ശിക്ഷിക്കണവരെ കാത്തിരിക്കണ്ട, അതിനു മുമ്പ് തന്നെ വിളിച്ചു വരുത്തി ആ ശിക്ഷയിൽ നിന്നും ഇളവ് ചെയ്യാം. പ്രോസിക്യൂഷൻ തന്നെ വേണ്ടെന്ന് വയ്ക്കാം. ഏതായാലും പ്രസിഡൻ്റായിട്ടിരുന്നിട്ട് വേറെ യാതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആകെ ചെയ്തത് വ്ളാഡിമിർ സെലൻസ്കിയെ തെറ്റിദ്ധരിപ്പിച്ച് റഷ്യക്കെതിരായിട്ട് യുദ്ധം ചെയ്യിക്കലായിരുന്നു. അതിലും പൊളിഞ്ഞുപോയി. അങ്ങനെ എല്ലായിടത്തും പരാജയപ്പെട്ട ബൈഡൻ ഒരു കാര്യത്തിൽ വിജയിച്ചു. സ്വന്തം മകനെതിരായിട്ടുള്ള കേസുകൾ, പല കേസുകളുണ്ട്. തോക്ക് കൈവശം വെച്ചതിൻ്റെ കേസുണ്ട്, അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച കേസുണ്ട്, മറ്റ് പല കേസുകളുമുണ്ട്. എല്ലാ കേസുകളും വിളിച്ചു വരുത്തി എൻ്റെ മകൻ ഒരു നേരസ്ഥനാണ്, ഒരു യോഗ്യനാണ്, അത് എന്നെക്കാളും നന്നായിട്ട് അമേരിക്കയിലെ ഒരു ജഡ്ജിക്കും അറിയില്ല, അതുകൊണ്ട് അവൻ ഇനി കോടതി കയറി കിടക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അത് പിൻവലിച്ചു. എന്ന് മാത്രമല്ല, തോക്ക് കൈവശം വെച്ചതിന് ഇദ്ദേഹത്തിൻ്റെ ഒരു ന്യായമുണ്ട്. മകൻ്റെ പേര് ഹണ്ടർ ബൈഡൻ എന്നാണ്. ഒരു ഹണ്ടർ അല്ലെങ്കിൽ പിന്നെ ആരാണ് തോക്ക് കൈവശം വയ്ക്കുക? ഏതായാലും എല്ലാ കേസുകളും എഴുതി തള്ളി മകനെ വെളുപ്പിച്ച് പുറത്തിറക്കി വിട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് തീർന്നില്ല. പുള്ളി ഹൃദയലാവണ്യമുള്ള ആളെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല. ഈ പാലസ്തീനിലെ കൂട്ടക്കുരി തുടങ്ങിയിട്ട് ഒരുപാട് കാലമല്ലോ. ഇദ്ദേഹത്തിന് അതിൽ ഫലപ്രദമായി ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താൻ പറ്റില്ല. ഇസ്രായേലിന് അനുകൂലമായിട്ട് ഇടപെട്ടില്ല, ഹമാസിന് അനുകൂലമായിട്ട് ഇടപെട്ടില്ല. പുള്ളി ഇതൊക്കെ കണ്ട് തലയാട്ടി കണ്ടുകൊണ്ട് നിൽക്കല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. ഏതായാലും പുള്ളി പോകുന്ന പോക്കിൽ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട്, അതായത് 1917 തൊട്ട് 2017 വരെ ഒരു നൂറ്റാണ്ട് കാലം പലസ്തീനിൽ നടന്ന ജൂത അധിനിവേശത്തെക്കുറിച്ചുള്ള പുസ്തകമാണ്. ഒരു അറേബ്യൻ ഓതർ എഴുതിയതാണ്. അത് വായിച്ച് വേണം പുള്ളിക്ക് പ്രശ്നം പഠിക്കാനായിട്ട്. പ്രശ്നം പഠിച്ചിട്ട് വേണം പുള്ളിക്ക് ഇതേക്കുറിച്ച് കൃത്യമായൊരു അഭിപ്രായം പറയാനായിട്ട്. പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് പുസ്തകം വായിക്കാനൊന്നും സമയം കിട്ടിയില്ല. വായിച്ചവരാരും പുള്ളിക്ക് കഥ പറഞ്ഞു കൊടുത്തതുമില്ല. ഏതായാലും പ്രസിഡന്റ് ഉദ്യോഗം കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന മുറയ്ക്ക് സമയം കിട്ടുന്നതനുസരിച്ച് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് മുമ്പുള്ള സമയത്ത് ഈ കൃതി കുറേശ്ശെ വായിക്കാനാണ് പുള്ളി തീരുമാനിച്ചിട്ടുള്ളത്. അത് വായിച്ച് കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഇനിയിപ്പോൾ ഐഡിയ കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അത് വേറെ കാര്യം. മറുവശത്ത് ട്രംപ് മുതലാളിയാണെങ്കിൽ വലിയ പ്രഖ്യാപനത്തോടെ രംഗത്തിറങ്ങിയിട്ടുമുണ്ട്. ജനുവരി 20 യുദ്ധം നിർത്തണം, യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഹമാസ് മാത്രമല്ല അവിടെയുള്ള എല്ലാ രാജ്യങ്ങളും ഉത്തരം പറയേണ്ടി വരും, പുള്ളി ഇവരെയൊക്കെ ശരിയാക്കി കളയും എന്നാണ് ഭീഷണി. ഏതായാലും നമ്മുടെ മീഡിയ വൺ ചാനലിൽ അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന ആൾക്കാർക്ക് പുതിയ പണിയുമായിട്ടാണ് ട്രംപിൻ്റെ രംഗപ്രവേശം. ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്ന് പറയാറായിട്ടില്ല. ഏതായാലും ബൈഡൻ സാഹിബിന് സന്തോഷകരമായ ഒരു വിശ്രമ ജീവിതം ആശംസിക്കുന്നു. ജനുവരി 20 തൊട്ട് അദ്ദേഹത്തിന് സമ്പൂർണ്ണ വിശ്രമം ലഭിക്കട്ടെ
ഇത്ര നാളും രാജ്യത്തെ സേവിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് പാവം. ഇനിയുള്ള കാലത്ത് വേണം എന്തെങ്കിലും വല്ല ബല കുളിച്ചാതി എണ്ണയൊക്കെ തേച്ച് സന്തോഷമായിട്ട് കുളിച്ച് പിയേഴ്സ് സോപ്പൊക്കെ ഉപയോഗിച്ച് തേച്ച് കുളിച്ച് ബാക്കി കാലത്ത് പാൽക്കഞ്ഞിയൊക്കെ കുടിച്ച് സന്തോഷകരമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.